ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റും ആയിട്ടുള്ള പാൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടി ഇടുമ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇളം ചൂടുള്ള പാല് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് നല്ല സോഫ്റ്റായി വരുന്ന വരെ ഇത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചപ്പാത്തി പോലെ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഇത്ര വലുപ്പത്തിലുള്ള കേക്കായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് ഓരോന്നെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് നല്ല ഷേപ്പിലാക്കിയിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഇത്രയൊരു കനമാണ് നമ്മുടെ പാൽ കേക്കിന് വേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം. പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞൊന്ന് വരണം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റും കൂടി നന്നായി ഒന്നിട്ട് തിളപ്പിക്കാം. അതായത് നൂൽ പരുവത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് ഇതെല്ലാം അലിഞ്ഞു വന്നിട്ട് ചെറിയൊരു കട്ടി പോലെ വന്നാൽ മതിയാവും. ഇപ്പോൾ പഞ്ചസാര അതിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽ കേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറച്ചിട്ട് കൊണ്ടേയിരിക്കണം. ഇപ്പോൾ പാൽ കേക്കെല്ലാം തന്നെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം തന്നെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഈ ഒരു കളറാകുമ്പോൾ തന്നെയാണ് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഷുഗർ സിറപ്പ് കുറച്ച് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് സിറപ്പ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ സിറപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഈ സിറപ്പിൽ തന്നെ ഒന്ന് ഇട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് സിറപ്പിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.